ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഒരു 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുള്ള സമയമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചായ കുടിക്കാനൊക്കെ വേണ്ടിയിട്ട് നോക്കുകയാണ്. എൻ്റെ തിരുമ്പലും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ അടുക്കളയിൽ കയറിയത്. കാരണം രാവിലെ കുട്ടികൾക്കൊന്നും ക്ലാസ്സിലൊന്നും പോകണ്ടാത്തത് കൊണ്ട് തന്നെ നമുക്ക് രാവിലെ സമയമുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ അടുക്കളയിൽ കയറിയപ്പോൾ. ഇപ്പോൾ ചായയൊക്കെ കുടിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ജൂണിൽ ക്ലാസ്സൊക്കെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് ഫുഡ് കൊണ്ടുപോകുന്ന ടൈമൊക്കെ ആവുന്നതുകൊണ്ട് തന്നെ രാവിലെ തിരുമ്പുക കുളിക്കുക അതൊന്നും നടക്കില്ല കേട്ടോ. ഇപ്പോഴാകുമ്പോൾ നമുക്ക് എല്ലാത്തിനും സൗകര്യം ഉണ്ടല്ലോ. പിന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോണത് എന്തിനാണെന്നറിയോ, മുളക് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ചട്നിയിലിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ തോട്ടമൊക്കെ അത്യാവശ്യം കാട് കയറി കിടക്കണുണ്ട്. കാരണം ഇപ്പോൾ ഇടയ്ക്ക് നിലയ്ക്ക് മഴ ചാറുന്നതുകൊണ്ട് തന്നെ കാടൊക്കെ അത്യാവശ്യം കയറിയിട്ടുണ്ട്, പുല്ലൊക്കെ മുളച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി സെറ്റാക്കി എടുക്കണം കേട്ടോ. താഴത്ത് കാണുന്നത് വെള്ളരിയുടെ വള്ളികളാണ് കേട്ടോ. ഒരുപാട് വെള്ളരി ഞാൻ കഷ്ണം മുറിച്ചതിലത്തെ വേസ്റ്റ് കൊണ്ടിട്ടതിൽ നിന്ന് മുളച്ചുണ്ടായതാണ് കേട്ടോ അതെല്ലാം. പക്ഷേ അതിലൊക്കെ അത്യാവശ്യം നല്ലോണം പൂവുണ്ട്. ഒരു വെള്ളരി കായ്ച്ചു കേട്ടോ. അത് ഞാൻ പൊട്ടിച്ച് കൂട്ടാൻ വയ്ക്കലും കഴിഞ്ഞു. അപ്പോൾ അത് പറിച്ച് കളയാൻ തോന്നിയില്ല. അപ്പോൾ അത് അവിടെ തന്നെ നിർത്തിയിരിക്കുക കേട്ടോ. അപ്പോൾ അതിന് കേടുവരാത്ത വിധം പുല്ലൊക്കെ ഒന്ന് പറിച്ച് വൃത്തിയാക്കി എടുക്കണം. പിന്നെ മുളകും തൈയിനൊക്കെ ഒരു മുരടിപ്പാണ് കേട്ടോ, തക്കാളി തൈയിനും ഒക്കെ. പിന്നെ കറ്റാർ വാഴയൊക്കെ ഇവിടെ ഒരുപാട് ഉണ്ടായിരുന്നതാണ്, പിന്നെ ഒക്കെ പോയി. പിന്നെ വീണ്ടും കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ. പിന്നെ ഇത് തണ്ണിമത്തനാണ് കേട്ടോ. കഴിഞ്ഞ കൊല്ലം ഞങ്ങൾക്ക് ഒരു തണ്ണിമത്തൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കൊല്ലം തണ്ണിമത്തനൊക്കെ ആയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ വേസ്റ്റ് ഇട്ടതിൽ നിന്ന് മുളച്ച് വരുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ആയിട്ടുണ്ട്, ഇത്തവണയും ആയിട്ടുണ്ട് കേട്ടോ തണ്ണിമത്തൻ. അപ്പം ഞാൻ മുളക് പൊട്ടിക്കലൊക്കെ കഴിഞ്ഞ് വന്ന് ഫ്രിഡ്ജിൽ നിന്ന് മാവൊക്കെ എടുത്തൊന്ന് ഇളക്കി സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ. പിന്നെ ചട്നി അരയ്ക്കണം. പിന്നെ തേങ്ങ ചിരകുക എന്നുള്ളത് മോളുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ തേങ്ങ പൊളിച്ച് കൊടുത്താൽ അവൾ ചിരകി വെക്കും കേട്ടോ. കാരണം എൻ്റെ കയ്യിന് ചെറിയൊരു വേദന ഉള്ളതുകൊണ്ട് എനിക്ക് തേങ്ങ ചിരകാത്തൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനത് പൊളിച്ച് വെച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ അവൾ ചിരകി തരും. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ചട്നിയൊക്കെ അരയ്ക്കാൻ നോക്കുകയാണ്. എനിക്ക് പച്ചമുളകും ചുവന്ന മുളകും കൂടി ഇട്ടരയ്ക്കണ ചട്നിയാണ് എനിക്ക് കൂടുതലിഷ്ടം. പക്ഷേ ഏട്ടനാണെങ്കിൽ വെറും ചുവന്ന ചട്നിയാണ് കേട്ടോ കൂടുതലിഷ്ടം. പക്ഷേ ഞങ്ങൾക്ക് അത്ര ഇഷ്ടമില്ല. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെയും അരയ്ക്കും കേട്ടോ. പിന്നെ മോൻ വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട് കേട്ടോ, തിരുവില്ലാമല. അപ്പോൾ അവനത് തൊഴുത് വരുമ്പോൾ ചൂട് വടയൊക്കെ കൊണ്ടുവന്നു കേട്ടോ, ഉഴുന്ന് വട. അവൻ വട ഫാനാണ്. അപ്പം അവൻ വരുമ്പോഴേക്കും ഞാൻ സാമ്പാറും ചട്നിയൊക്കെ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ദോശയും വടയും സാമ്പാറും ചട്നിയൊക്കെ ആയിട്ട് കഴിക്കാമല്ലോ എന്ന് ഓർത്തിട്ട്. പിന്നെ അവർക്കൊക്കെ ചൂടോടെയാണ് ഇഷ്ടം. എനിക്ക് ചൂടോടെ അത്ര താല്പര്യമില്ല. ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടാണ് കേട്ടോ കഴിക്കുക. ഞാൻ ചൂടോടെ അങ്ങനെ കഴിക്കാറില്ല. അപ്പം ഞാൻ അതിനിടയിൽ ചോറിനുള്ള വെള്ളമൊക്കെ ഗ്യാസിൽ വെച്ചു കേട്ടോ. എല്ലാം ഇപ്പോൾ ഗ്യാസിൽ തന്നെയാണ് വെക്കണത്, വിറകൊന്നുമില്ല. പിന്നെ അവർക്ക് കൊടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും കഴിച്ചു കേട്ടോ. അപ്പോഴേക്കും ഇതാ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അരിയുടെ. അപ്പം ഞാൻ ചോറിനുള്ള അരി എടുത്ത് കഴുകി അരിയിടാൻ നോക്കുകയാണ് കേട്ടോ. അടുക്കളയിൽ അത്യാവശ്യം ഇരുട്ടാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ക്ലിയറില്ലാണ്ട് കാണുന്നത്. പുറത്ത് മഴക്കാറും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട കേട്ടോ. ലൈറ്റ് ഇട്ടാൽ പോലും ഇവിടെ ഇത്ര തന്നെയാണ് വെളിച്ചം ഉണ്ടാവാറുള്ളൂ. അപ്പം ഞാൻ അരിയിടലൊക്കെ കഴിഞ്ഞതിന് ശേഷം വേണം, തുണിയൊക്കെ തിരുമ്പി വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ. ഇനി അതൊക്കെ ഒന്ന് തോരിയിടണം. പിന്നെ മുളക് വെയിലത്തിടണം. അങ്ങനെ കുറച്ച് പണികളൊക്കെ കിടക്കുന്നുണ്ട്. മുളക് ഞാൻ ഇന്നലെ കണ്ട വീഡിയോയിൽ ഞാൻ തൈരിലിടുന്ന കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു 3 ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. കാരണം കണ്ടിന്യൂ ആയിട്ട് എടുത്ത വീഡിയോ അല്ല, ഇത് കഴിഞ്ഞ ആഴ്ച എടുത്ത് വെച്ചിരുന്ന വീഡിയോസുകളാണ് കേട്ടോ ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മുളക് തൈരിലിട്ടിട്ട് ഇപ്പോൾ ഒരു 3 ദിവസം ആയിട്ടുണ്ട്. അപ്പം ഞാനത് തൈരിൽ നിന്ന് എടുത്ത് ഉണക്കാനിടാമെന്ന് വിചാരിച്ചിട്ട് വെയിലത്തേക്ക് ഇടുകയാണ് കേട്ടോ. തൈരിൽ നിന്ന് പിഴിഞ്ഞെടുത്ത് ഉണക്കാനിടും. പക്ഷെ ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ വീണ്ടും അതെടുത്ത് ഈ തൈരിലേക്ക് തന്നെ ഇടും കേട്ടോ. അങ്ങനെ ഡെയിലി ചെയ്യും. ലാസ്റ്റ് ആ മോരിങ്ങനെ കഴിയും കേട്ടോ. പിന്നെ നമ്മൾ നന്നായിട്ടൊന്ന് ഉണക്കിയെടുത്ത് ഡപ്പയിലിട്ട് അടച്ച് വെക്കാം കേട്ടോ. അങ്ങനെയാണ് ഇതിന് ഞാൻ ചെയ്യുന്ന മെത്തേഡ്. അപ്പോൾ ഞാനതൊക്കെ വെയിലത്തേക്ക് ഇടുകയാണ്. അപ്പോൾ ഇവിടെ അത്യാവശ്യം ഒരു 2:30-3 മണി വരെയൊക്കെ വെയിൽ കിട്ടും കേട്ടോ. പക്ഷേ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ഉച്ച കഴിഞ്ഞാൽ അങ്ങനെ വെയിലൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഉച്ചവരെയൊക്കെ ഞാൻ വെയിലത്തിട്ടിട്ട് പിന്നെ ഞാൻ എടുത്ത് അകത്തേക്ക് വെക്കും കേട്ടോ. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യാറ്. അപ്പം നിങ്ങൾ എങ്ങനെയൊക്കെയാണ് മുളക് കൊണ്ടാട്ടം ഉണ്ടാക്കുക, അല്ല ഇതിലും വ്യത്യസ്തമായിട്ടാണോ ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇനി അങ്ങനെയൊക്കെ ചെയ്ത് നോക്കാമല്ലോ. അപ്പം ഞാൻ മുളകൊക്കെ നന്നായിട്ട് പരത്തിയിടുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞൊന്ന് ഉറങ്ങി എഴുന്നേറ്റ് ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടുള്ള വീഡിയോസാണ് കേട്ടോ പിന്നെ വീഡിയോ എടുത്തിട്ടുള്ളൂ. പിന്നെ ഉച്ച ഉറക്കം എനിക്ക് മസ്റ്റാണ്. അതില്ലെങ്കിൽ എനിക്ക് തലവേദന വരും കേട്ടോ. ഒരു അരമണിക്കൂറെങ്കിലും എനിക്ക് കിടന്നേ പറ്റൂ, അല്ലെങ്കിൽ എനിക്ക് വൈകുന്നേരം ആകുമ്പോൾ എനിക്ക് തലവേദന വരും. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ചായയൊക്കെ വെച്ചു. ചായ വെച്ചതിന് ശേഷം ഞാൻ തുണിയൊക്കെ എടുത്തുകൊണ്ടൊക്കെയാൻ പോവുക കേട്ടോ. മോള് നല്ല ഉറക്കമാണ്. ക്ലാസ്സില്ലാത്തതുകൊണ്ട് അവളും ഉറക്കം ശീലിച്ചു തുടങ്ങി.
പിന്നെ ഞാൻ തുണിയൊക്കെ എടുത്ത് കൊണ്ടുവച്ചിട്ട് അവളെയും വിളിച്ച് ചായയൊക്കെ കുടിക്കാമെന്ന് ഓർത്തു കേട്ടോ. അപ്പം ഞാൻ തുണിയൊക്കെ എടുത്ത് കൊണ്ടൊക്കെയാണ്. പിന്നെ കുറച്ച് തുണികളല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ മുറ്റത്ത് തന്നെയുള്ള മുള വെച്ച് സെറ്റാക്കി വെച്ചിട്ട് തോരിയിടാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ പിന്നാമ്പുറത്താണ് അയക്കുമല്ലോ, അപ്പോൾ അത്രയ്ക്കൊന്നും തുണി ഇപ്പം എനിക്ക് ഉണ്ടാവാറില്ല. അപ്പം ഞാൻ ഇവിടെ തന്നെ ഇടുകയാണ് കേട്ടോ ചെയ്യുക. പിന്നെ അതാ ചായയൊക്കെ കുടിക്കാൻ നോക്കണം. ചായക്ക് പൊതുവെ അങ്ങനെ വൈകുന്നേരം എന്തെങ്കിലും കഴിക്കുക അങ്ങനെയുള്ളൊരു ശീലങ്ങളൊന്നും ഇല്ല കേട്ടോ. പൊതുവെ ഞാൻ ഉണ്ടെങ്കിലും അങ്ങനെ കഴിക്കാറില്ല. ഞാൻ ചായ മാത്രമേ കുടിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി അരി അരയ്ക്കണം, മുറ്റടിക്കണം, കുറച്ച് പണികളൊക്കെ ഇനിയും കിടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെപ്പോലെയുള്ളവരെ സപ്പോർട്ട് കൊണ്ട് മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.